എന്താണ് എന്തേ ഓടി? അതെ, ഒരാൾ റൂമിന്റെ അകത്ത് ഇരിക്കുമ്പോ ഇങ്ങോട്ട് വരുമ്പോ കുറച്ച് മാനേഴ്സ് ഒക്കെ കാണിക്കാം. അയ്യോ, ഇത് ഹോട്ടൽ മുറിയൊന്നുമല്ലല്ലോ, നമ്മുടെ വീടല്ലേ. പിന്നെ ഞാനും കൂടി കിടക്കണ എന്റെ മുറി. പിന്നെ എന്തിനു ഞാൻ മാനേഴ്സ് കാണിക്കണം മാഡം? ഓ, വലിയ ചേച്ചിയാന്നുള്ള ഭാവമൊന്നും വേണ്ട. അരമണിക്കൂർ മുന്നുള്ള ചേച്ചിയല്ലേ, അല്ലാണ്ട് കൊല്ലങ്ങൾ മുന്നുള്ള ചേച്ചിയല്ലല്ലോ. അരമണിക്കൂർ കൊണ്ടാണ് ഞാൻ ചേച്ചിയെങ്കിലും ചേച്ചിയല്ലേ. ഓ, എടി എടി, നീ എന്തിനാ എന്റെ ക്രീം എടുത്തത്? അയ്യോ, ഇത് നിന്റെ ക്രീം ആയിരുന്നോ? എനിക്ക് അറിയില്ലായിരുന്നു. വെക്കടി അവിടെ. ആഹാ, വെച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യോടി? മര്യാദക്ക് വെച്ചോ, ഇല്ലെങ്കിൽ ഞാൻ ഇതെടുത്തെറിയും. മര്യാദക്ക് വെച്ചോ. ഒന്ന് പോടി. ആഹാ, എന്നെ എറിയാറായ നീ? എറിയ മാത്രല്ല, എന്റെ സാധനങ്ങൾ ഇനി നീ എടുത്താലേ ഞാൻ നിന്നെ തല്ലിക്കൊല്ലു, എന്നിട്ട് ഞാൻ ജയിലിൽ പോവും. ആടി, നീ വാ, എന്നെ തല്ലാൻ വാ. അപ്പൊ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോവല്ല അപ്പുറത്തെ മാവില്. അമ്മേ, അയ്യോ, അമ്മ മോള് വന്നിരിക്കണ്. വിളിയടി നിന്റെ അമ്മന, എനിക്കാരും പേടിയില്ല. അമ്മേ, എന്താണാവോ? എന്താടി? എന്താണ്? അമ്മ, ഇവളെന്റെ ക്രീം എടുക്കണ്. ഒരിത്തിരി ക്രീം കയ്യിലെടുത്തേനാടി നീ ഇങ്ങനെയൊക്കെ പറയണേ? അത്രയുള്ള അലമുറിട്ട കരച്ചിലേട്ടപ്പ എന്റെ ജീവൻ അങ്ങോട്ട് പോയി. ഇത്തിരി ക്രീമല്ലേടി അവളെടുത്തുള്ളൂ. അവളൊന്നില്ലെങ്കിൽ നിന്റെ ചേച്ചിയല്ലേ? ഇത്തിരി ക്രീം എടുത്തേനിപ്പ എന്താ? ചേച്ചി എന്നുള്ള വിലയൊന്നും എനിക്ക് ഇവള് തരാറില്ലട്ടമ്മേ. അരമണിക്കൂർ മുന്നുള്ള ചേച്ചിയല്ലേ, അപ്പൊ അത്രയും വില കൊടുത്താ മതി. എടി, എന്താടി നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ? കണ്ടാ കീരിയും പാമ്പോണ്. മനുഷ്യർ സ്വസ്ഥത വരൂല. നിങ്ങൾ രണ്ടുപേരും കൂടി വീട്ടിലുള്ള ദിവസം എനിക്ക് സമാധാനക്കുറവാണ്. എപ്പോഴാണ് ഇടി വന്നത്, പ്രശ്നം ഉണ്ടാക്കണത്, എപ്പോഴാണ് സോൾവ് ചെയ്യാൻ വരേണ്ടതെന്ന് ഓർത്തിട്ട്. എന്റെ അനിയത്തിലെ മക്കളും നിങ്ങളെ പോലെ ട്വിൻസ് അല്ലേ? എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാ? അവര് ഇതുവരെ തല്ലുപിടിക്കണം ഞാൻ കണ്ടിട്ടില്ല. ഇവളെ ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്നോട് തല്ലുപിടിക്കാൻ വന്നേണമ്മേ. അയ്യോ, നീയും പാവൊന്നല്ലല്ല. ഇവള് കോളേജിലോട്ടൊന്നും പറഞ്ഞങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോ തന്നെ നീ വന്ന് റൂമിൽ എന്തൊക്കെയൊക്കെ പരിശോധിക്കാറുണ്ടല്ലോ. അവസാനം ഇവള് വന്നതിന് മുമ്പ് അതൊക്കെ പഴയ പോലെ ആക്കി വെക്കണത് ഞാനാണ്. ആഹാ, വെറുതെ അല്ല ഞാൻ ഒന്ന് പുറത്തോട്ട് പോയി വരുമ്പോഴേക്കും എന്റെ സാധനങ്ങൾ വെച്ചോടത്ത് കാണാത്തത്. ഞാൻ വിചാരിച്ച അമ്മ അടിച്ചു വരാനൊക്കെ വരുമ്പോ ഒന്ന് ഒതുക്കിയൊക്കെ വെക്കണായിരിക്കുന്നു. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ഒന്നില്ലെങ്കിൽ രണ്ടുപേരും കൂടി ഒരുമിച്ച് വയറ്റി കിടന്നല്ലേ? അവിടെ കിടന്ന് വിടിയായിരുന്നു തോന്നാണ്. അതല്ലേ 7-ാം മാസം രണ്ടും കൂടി ഇടിച്ചു വിളിച്ച് പുറത്തോട്ട് വന്നത്. അമ്മേ, എനിക്ക് ഇവളെ എന്റെ സാധനങ്ങളൊന്നും എടുക്കണ ഇഷ്ടമല്ല. അല്ലമ്മേ, ഇവളെ എന്റെ സാധനം എടുക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇവളുടെ അടുത്ത് എന്താ കുഴപ്പം? രണ്ടുപേർക്കും അച്ഛൻ ചോദിക്കുമ്പോ പൈസ അയച്ചു തരാറുണ്ടല്ലോ. മര്യാദക്കല്ലെങ്കിൽ ഞാൻ ആ പൈസ വരൽ അങ്ങോട്ട് നിർത്തിക്കും. പിന്നെ ഇതൊക്കെ എങ്ങനെ മേടിക്കൂന്ന് കാണാല്ല. ഓരോ ദിവസം ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റണ്? കഴിഞ്ഞ ദിവസം ഇവളുടെ കൈ പിടിച്ച് തിരിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അത് പിന്നെ എന്റെ നല്ല തലമുടിക്ക് അവള് കുത്തിപ്പിടിച്ചപ്പോ എനിക്ക് ദേഷ്യം കയറിയപ്പോ ഞാൻ അറിയാണ്ട് കൈ പിടിച്ച് തിരിച്ചപ്പോ കുളുങ്ങിയതാ. ഞാൻ വെറുതെ തലമുടിക്ക് പിടിച്ച് വലിച്ചൊന്നല്ല. ഞാൻ ഐലൈനർ വെച്ച് എഴുതിക്കൊണ്ടിരുന്നപ്പോ ഒറ്റ തെറ്റിക്കല് എന്റെ കണ്ണിന്റെ ഉള്ളിൽ കൂടെ കയറി ഇവിടെ ഒക്കെ ആയി. കണ്ണെഴുതാനായിട്ട് വല്ല കൺമശിയല്ലോ എടുത്താ പോരെ. എന്റെ 460 രൂപയുടെ ഐലൈനർ തന്നെ നിലക്കെടുക്കണോ? അത് എന്റെ ഐലൈനർ തീർന്നു പോയതുകൊണ്ട് ഞാനൊന്ന് എടുത്തതാണ്. അതിനിങ്ങനെയൊക്കെ ചെയ്യണോ? അല്ലെങ്കിൽ ആർക്ക് വേണം പൊട്ട സാധനം? 50 രൂപയുടെ ഐലൈനറിൽ വെള്ളം ഒഴിച്ച് തേക്കണവളാ. എന്നിട്ടാ പറഞ്ഞ ലക്ഷക്കണക്കിന് രൂപയുടെ ഐലൈനർ ഉപയോഗിക്കണ പോലെ. മതിയടി, നിർത്തടി. എന്റെ പൊന്നു ദൈവമേ, ഇതുപോലത്തെ സാധനങ്ങളാ ഒരാൾക്കും കൊടുക്കല്ലേ. ശല്യങ്ങള്. എടീ, എന്താണ്? എന്നാ ഞാൻ ഇതും കൂടി എടുക്കണ്ടട്ടാ. അമ്മേ, മിണ്ടാതെ വല്ലയിടത്ത് ഇരുന്നോട്ടടി. എടി, ഇത് മാത്രല്ല, ഇത് എടുത്തിട്ടുണ്ടാ. നിന്നെ ഞാൻ കൊല്ലൂടി.
നിന്നെ ഞാൻ ഇത് നിന്റെ വാഴക്ക സാധനം തന്നെ എനിക്കിരിക്കട്ടെ. നേരാങ്ങളെ എഴുന്നേക്ക് എഴുന്നേക്ക്. എന്റെ തമ്പുരാനെ, എന്തൊക്കെ അസുഖങ്ങളുള്ള മനുഷ്യനാണെന്നറിയോ? എന്തിനാടി നീ അദ്ദേഹത്തിനെ എറിഞ്ഞു വീഴ്ത്തിയത്? എനിക്ക് അയ്യോ അമ്മേ, ഞാൻ മാമനല്ല എറിഞ്ഞ അമ്മേ, ഇവളെയാണ്. പക്ഷെ കൊണ്ടത് മാമനായി പോയി. അല്ലെങ്കിലും അതമ്മേ, ഇവക്ക് പണ്ടേ വേഷം കിട്ടുന്നുണ്ട്. പാവം മാമൻ. നീ മിണ്ടെടുത്തിട്ടാ. പൊന്നാങ്ങളെ, എന്തെങ്കിലും ഒന്ന് മിണ്ട് മുണ്ട്. എന്താണ് ഞാൻ കിടക്കണേ? അയ്യോ എഴുന്നേറ്റ്. വാതില് തുറന്ന് തലകത്തൊട്ടിട്ട് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ എനിക്കും ഇവിടെ ഇങ്ങനെ നിക്കുക. അത് ഇവളറിയാണ്ട് എറിഞ്ഞാണ് നേരാങ്ങളെ. മോക്ക് നല്ല ഉന്നുണ്ട് ട്ടോ. കറക്റ്റ് മൂക്കിനും കണ്ണിനാണ് വന്നടിച്ചത്. എന്തെന്നായിരുന്നാവോ? സോറി മാമ. കൊഴപ്പില്ല, ഇതിപ്പോ എനിക്ക് ശീലായി. നിന്റെ മാമി എല്ലാ സുഹൃത്തും ഓരോന്ന് എറിഞ്ഞ് മുഖം കൊണ്ട് തടുത്ത് കൊഴപ്പില്ല. എന്താണ് നേരാങ്ങളെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ഏയ്, ഒരു പ്രശ്നവും നിന്നെ കാണണമെന്നോ തോന്നി എങ്ങനെ ഇരുന്നപ്പാ. പിന്നൊരു ചെറിയ കാര്യം ഉണ്ടട്ടാ. എന്താണ്? കഴിഞ്ഞ ദിവസം പാറാപ്പള്ളിയിലുള്ള നമ്മുടെ ശിവാനന്ദൻ വന്നിരുന്നു. കൊറേ നേരം ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞ് നമ്മുടെ ഒരു കല്യാണ കേസ് ഉണ്ട്, നമുക്ക് പറ്റിയതാണെന്നും പറഞ്ഞേ. ആർക്കാണ് നേരാങ്ങളെ? നിന്റെ പിള്ളേർക്ക്, അല്ലാണ്ട് ആർക്കാണ്? എന്റെ പിള്ളേരുടെ കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ. അതിന് ഇവർക്ക് കല്യാണപ്രായം ആകുന്നല്ലേ ഉള്ളൂ. 23 വയസ്സെന്ന് പറഞ്ഞാൽ അത് കല്യാണ പ്രായല്ലേടി. എന്റെ മക്കളുടെ കല്യാണം 21-ലും 22-ലും. അപ്പൊ 21 കുഴപ്പമില്ല. അല്ല, മൂത്തവള് MSc കഴിഞ്ഞിട്ട് MPhil ചേരണമെന്നും പറഞ്ഞോണ്ടിരിക്കുകയാണ്. രണ്ടാമത്തവള് MCom കഴിഞ്ഞിട്ട് B.Ed ചേരണമെന്നും പറഞ്ഞോണ്ടിരിക്കണ്. ഓ, നല്ലൊരു കേസായിരുന്നു. നടന്നാ ഇതിലും വലിയ ഭാഗ്യം ഇവർക്ക് രണ്ടുപേർക്കും വരാനില്ല. ചെക്കനെ എവിടെ ഉള്ളതാണ് ചേട്ടാ? എടി, നമ്മുടെ മുല്ലശ്ശേരിയിലുള്ള ദാമോദരൻ ചേട്ടൻ അറിയൂലേ? തേങ്ങയൊക്കെ പണ്ട് വെട്ടി നമ്മുടെ വീട്ടിലൊക്കെ വരുമായിരുന്നു പണ്ട് തേങ്ങ എടുക്കാനൊക്കെ. പുള്ളിയുടെ പെങ്ങളുടെ മോനാണ്. ഒരു അമേരിക്കയിലാണ്, ഡോക്ടറാണ്. അവിടെ ഈ ദാമോദരൻ ചേട്ടന്റെ പെങ്ങളുടെ ഭർത്താവ് ഡോക്ടറാണ്. അപ്പൊ കണ്ണിന്റെ ഡോക്ടർ എന്ന് തോന്നും. ആ ചേച്ചി അവിടെ ടീച്ചർ. ഇപ്പൊ അവർക്ക് കണ്ടു വന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ ഒരു എൻഗേജ്മെന്റ് അങ്ങ് നടത്താം. പിന്നെ ഒരു 1.5-2 കൊല്ലം കഴിഞ്ഞിട്ട് കല്യാണം മതി എന്നാണ് അവര് പറയണത്. വേണമെങ്കിലേ അവരോട് വന്നൊന്ന് കാണാൻ പറയാ. ഇവരെ ഒരു 3 മാസം കഴിയുമ്പോ എങ്ങാണ്ട് അവർക്ക് ലീവ് ഉണ്ട്, നാട്ടിലോട്ട് വന്നിട്ടെന്നൊക്കെ കേട്ട്. അതിപ്പോ ഒരാളുടെ മാത്രം അങ്ങോട്ട് നടത്തി കഴിഞ്ഞാൽ അത് ശരിയാവൂല നേരാങ്ങളെ. ചേട്ടനാഗ്രഹം രണ്ടുപേരുടെയും ഒരുമിച്ച് നടത്താനാണേ. അതിനാണ് പുള്ളി ദുബായി പോയി കഷ്ടപ്പെടുന്നത്. രണ്ടുപേരും ഒരുമിച്ച് നടത്തുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരുമിച്ച? അപ്പ ഒരു ഡോക്ടറിനെ കൊണ്ട് 2 പേരെയാ? അയ്യേ, നീ എന്തെന്നാണ് ഈ പറയുന്നത്? ഒരാളെ കൊണ്ട രണ്ട് ഡോക്ടർമാര്. ഒരാള് പല്ലിന്റെ ഡോക്ടർ രമേശും, ഒരാള് എല്ലിന്റെ ഡോക്ടർ മഹേഷും. എനിക്കറിഞ്ഞൂടെ ഇവര് ട്വിൻസ് ആയതുകൊണ്ട് ട്വിൻസ് ആയിട്ടുള്ള ആണുങ്ങളെ തന്നെ നിങ്ങൾ നോക്കുള്ളൂന്ന്. ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോ എന്റെ മനസ്സിലോട്ട് അയ്യോ അത് കൊള്ളാലോ എന്ന് വിചാരിച്ചു.
അതാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് തന്നെ പോകുന്നത്. അവരും പറയണത് ട്വിൻസ് ആയിട്ടുള്ള പെണ്ണുങ്ങളെ തന്നെ അവർക്കും മതി എന്നാണേ. ആ നല്ലൊരു കേസാണടി. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ അമേരിക്കയിലോട്ട് കൊണ്ടുപോകുന്നാണ് പറയണത്. ഇവരെങ്കിലും ഈ പട്ടിക്കാട്ടിന്നൊക്കെ പോയി രക്ഷപ്പെട്ടടി. ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ കല്യാണത്തിന് താല്പര്യം ഉണ്ടെന്ന് തോന്നണില്ല നേരാങ്ങളെ. താല്പര്യമുണ്ട്. ആഹാ, കുട്ടികൾക്ക് നല്ല താല്പര്യം ഉണ്ടല്ലോ. നേരാങ്ങളെ എന്തൊക്കെ തന്നെ നല്ല കേസാണെന്ന് പറഞ്ഞാലും അത് ഇവർക്ക് വേണ്ട. അതെന്താ അമ്മേ? ഡോക്ടർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ജന്മത്ത് പോലും സ്വപ്നം കാണാൻ പറ്റാത്ത ബന്ധമല്ലേ? ആ എന്നിട്ടും അമ്മ എന്താ ഇത് വേണ്ടാന്ന് പറയണത്? അത് തന്നെ, പിള്ളേർക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിനക്കാണടി കുഴപ്പം. വേണ്ട നേരാങ്ങളെ, അത് ശരിയാവൂല. അതെന്താണ് അമ്മേ ശരിയാവാത്തത്? അതെ പറ അമ്മേ, എന്താ ശരിയാവാത്തത്? എന്താടി, എന്താണെന്ന് നിന്റെ മനസ്സിൽ നിന്ന് വെച്ചാ ഒന്ന് പറയും, നല്ല മനസ്സിലാക്കാൻ പറ്റൂ. എൻ്റെ പൊന്ന് നേരാങ്ങളെ, ചെറുപ്പം മുതലേ ഞാനല്ലേ ഇവരുടെ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് ഒത്തുതീർപ്പാക്കണത്. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ നേരെ കണ്ട ഇടിയാണ്. ഒരു മുറിയിൽ എങ്ങനെ കിടന്ന് ഉറങ്ങണമെന്ന് ഞാൻ ആലോചിക്കും. രാവിലെ നിൽക്കുമ്പോൾ ഞാൻ ആദ്യം പോയി നോക്കണത് മുറിയിലാണ്, ചത്താന്നറിയാണ്ട്. തല്ലുടിച്ച് ചാവൂലേ, അതുപോലത്തെ സാധനങ്ങളാണിത്. എന്നിട്ട് ഒരു വീട്ടിലോട്ട് കല്യാണം കഴിപ്പിച്ചു വിട്ട് കഴിഞ്ഞാൽ ആ വീട്ടിന്റെ സ്വസ്ഥതയും കൂടി കളയാനാ? വേണ്ടത് ശരിയാവൂല. ട്വിൻസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കണ്ടിട്ടുള്ളത് നല്ല സ്നേഹമായിട്ട് ഒരേപോലെ ഡ്രസ്സ് ഇട്ട് എല്ലാം നടക്കണങ്ങളായിരിക്കും. ഇതുങ്ങളുടെ ഡ്രസ്സിന്റെ കണ്ടില്ലേ, അത് തന്നെ വ്യത്യാസമാണ്. സ്വഭാവം അതിലേറെ വ്യത്യാസമാണ്. ഓ അതാണ് കാര്യം. അതൊക്കെ കല്യാണം കഴിയുമ്പോ അങ്ങോട്ട് ശരിയായിക്കോളൂടി. എൻ്റെ നേരാങ്ങളെ അങ്ങനെ വിചാരിച്ച് കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം ഇവർ രണ്ടിനും കൂടി കൊള്ളന്തോണ്ടു. എന്തിനാണ് വെറുതെ? അതുകൊണ്ട് ഞാനും ചേട്ടനും കൂടി തീരുമാനിച്ചേക്കണത് ട്വിൻസിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കേണ്ട. അതായത് ഒരു വീട്ടിലോട്ട് ഇവർ രണ്ടുപേരും വിടണ്ട. ഒരെണ്ണം കാസർഗോഡും പോട്ടെ, ഒരെണ്ണം തിരുവനന്തപുരം പോട്ടെ, അത് മതി. ശനിയും ഞായറും ഇവർക്ക് അവധിയാണ്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് രാവിലത്തെ ഇതെന്നാണ് ഞാൻ എണീക്കണത്. എന്തായിരിക്കും ഇന്നത്തെ പ്രശ്നം എന്ന് ആലോചിച്ചിട്ട്. നേരാങ്ങളൊക്കെ അറിയാത്തോണ്ടാ ഇവര് രണ്ടുപേരും തല്ലുടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമനില തെറ്റിപ്പോവും. അതുപോലത്തെ തല്ലുടുത്തോണ്. പണ്ട് അമ്മ എന്നോട് പറയുമായിരുന്നു, കുഞ്ഞിലേ ഇവര് തല്ലുടിക്കും, അതൊക്കെ വലുതാവുമ്പോ ശരിയാവോടി. എവിടെ ശരിയാവാൻ? അമ്മ പോയങ്ങട് ശരിയായൂല. ഓ അപ്പൊ അതാണ് അമ്മയുടെ മനസ്സിലല്ലേ? ഇനിയിപ്പോ സമാധാനത്തോടെ കഴിയണം അവരുടെ വീട്ടിലോട്ട്. ഇതുങ്ങളെ രണ്ടിനെയും വിട്ടുണ്ട് അവരുടെ ഉള്ള സമാധാനം കളയണ്ട നേരാങ്ങളെ. എൻ്റെ പൊന്നമ്മേ, ഞങ്ങൾ ഇവിടെ കിടന്ന് എത്ര തല്ലുപിടിച്ചാലും ഞങ്ങളുടെ രണ്ടുപേരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സ്നേഹമുണ്ട് അല്ലേടി? ആ അതെ അതെ. എന്നാ പിന്നെ നല്ലൊരു കേസായിരുന്നു, നമുക്ക് ഒന്ന് നോക്കിയല്ലേടി ഇത്. നേരാങ്ങളെ അവര് വരാൻ 3 മാസം കഴിയൂന്നല്ലേ പറഞ്ഞത്. അപ്പോ 2 മാസം ഒന്ന് ഞാൻ നോക്കട്ടെ ഇവരെങ്ങനെയുണ്ടെന്ന്, എന്നിട്ട് ഞാൻ അറിയിക്കാം. എന്തിനാ അമ്മ 2 മാസമൊക്കെ? അവരോട് വന്നൊന്ന് കണ്ടിട്ട് പോകാൻ പറ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാമല്ലോ പതുക്കെ. അത് വേണ്ട, ഇന്ന് മുതലേ 2 മാസത്തേക്ക് ഇവരെങ്ങനെ ഇരിക്കും എന്ന് ഞാൻ നോക്കട്ടെ. എന്നിട്ട് ഒരു വീട്ടിലോട്ട് കെട്ടിച്ചു വിട്ടാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ കേസ് നോക്കാം, ഡോക്ടറിന്റെ കേസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരാങ്ങളെ വിളിക്കാം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അവര് വരാൻ എന്തായാലും 3 മാസം എടുക്കും. നീ 3 മാസം ആലോചിക്കങ്ങട്, എന്നിട്ട് വിളിച്ചാ മതി. പോട്ടേട്ടാ. അപ്പോ ഇനിയുള്ള 3 മാസം നല്ല രീതിക്ക് ഇവളോട് പെരുമാറണം. അങ്ങനെയാണെങ്കിലോ ഡോക്ടറിനെ കല്യാണം കഴിച്ച് അമേരിക്കയിലോട്ട് പറക്കാം. എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷനാണ് അമേരിക്ക. അവിടെ നിന്നൊരു ആലോചന എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ലെവല് മാറി. അപ്പോൾ ഇവളായിട്ട് ഇനി തല്ലുടി വേണ്ട. ചേച്ചി ഇനി നമുക്ക് തല്ലുപിടിക്കണ്ട ചേച്ചി. ചേച്ചിന്നാ? ഓ അപ്പം അവൾ അഭിനയിക്കാൻ തുടങ്ങി. എന്നാ പിന്നെ ഞാനും. ശരി മോളെ, ഇനി എൻ്റെ എല്ലാ സാധനങ്ങളും ചേച്ചി എടുത്തോ, ഞാനൊന്നും പറയൂല. ഇനി എൻ്റെ എല്ലാ സാധനങ്ങളും നിനക്ക് മാത്രമുള്ളതാണ്.
നിന്റെ ചിരി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എടി മക്കളെ, നിങ്ങളെ രണ്ടിനെയും നേർവഴിക്ക് നടത്താനുള്ള ഒരു വിദ്യയൊക്കെ എനിക്കറിയാടി. ഒരു അമേരിക്കയില്ല, ഒരു ഡോക്ടറും ഇല്ല. 2 മാസമൊന്നേ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്ക്, അപ്പം ശരിയാവും ചിലപ്പോൾ. ഓ, എൻ്റെ നേരാങ്ങൾക്ക് എന്നെ ഫോൺ വിളിക്കാൻ കണ്ട സമയം എന്തായാലും കൊള്ളാം. അയ്യോ അമ്മേ, മിണ്ടാതെ വല്ലയിടത്ത് ഇരുന്നോട്ടടി. ഹലോ, എന്തെന്ന് നേരാങ്ങളെ? ഞാനേ ഒന്ന് അങ്ങോട്ട് ഇറങ്ങിയാലാന്ന് ഓർത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു. നീ അവിടെ ഉണ്ടാ? വീട്ടിലുണ്ടാ? ഓ, ഞാൻ വേറെ എവിടെ പോവാൻ? ഇവിടെ നിന്ന് ഇറങ്ങിയാ ഇതുങ്ങൾ രണ്ടുപേരും കൂടി തല്ലുടി അപ്പ തുടങ്ങും. അവരുടെ തല്ലുടി ഒന്നും മാറിയില്ല ഇത്ര വലുതായിട്ടും. എന്റെ പൊന്ന് നേരാങ്ങളെ, എന്നും തല്ലുടുത്തം മാത്രമുള്ളൂ ഇവിടെ. 1 മാസത്തിൽ 1 തവണയെങ്കിലും തല്ലുടുത്തം കൊണ്ട് തല്ലുപിടിയായിട്ട് ഹോസ്പിറ്റലിൽ പോവേണ്ട വരും. ചേട്ടൻ ഇവരുടെ ഇടികാരനാണ് നാട്ടിലോട്ടൊന്നും വരാത്തതെന്ന്. എന്തു പറയാൻ, 2 നാളായി പോയില്ലേ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും. നേരാങ്ങളെ, എനിക്കൊരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? എന്താടി? എന്തായാലും നേരാങ്ങൾ ഇങ്ങോട്ട് വരാൻ ഇറങ്ങയല്ലേ, അപ്പോ ഞാൻ പറയണ പോലെ ഇവിടെ ഒന്ന് പറഞ്ഞാൽ മതി. അവർ രണ്ടുപേരും ശരിയാവുന്ന എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. എന്താ പറഞ്ഞോ? അതെന്താണെന്ന് വെച്ചാലേ, ഇത്ര അത് ഞാൻ ഏറ്റ്. ശരി. നിങ്ങളല്ലടി, നിങ്ങളുടെ അപ്പനെ വിറ്റ കാശ് എൻ്റെ അടുത്തുണ്ട്. അപ്പോഴാണ്